हाय मेरे प्यारे बच्चों, सबको आदाब। പ്ലസ് ടു ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എജു പോർട്ടിൻ്റെ ഉറുദു ക്ലാസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മക്കളെ, ഈ വരുന്ന ഓണം എക്സാമിന് നമ്മോട് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം പരിചയപ്പെട്ടാലോ? റുബായി എന്ന ഷാഹിരി സിൻഫിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? देखिए, ചോദ്യം ഇങ്ങനെയാണ്: റുബായി ഏക്ക് അഹം സിൻഫ് ഷാഹിരി ഹേ. റുബായി എന്നത് കവിതാ വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിൻഫാകുന്നു. റുബായിക്ക് ചന്ദ് ഹുസൂസിയാത്ത് ലിഖിയെ. റുബായിയുടെ ചില പ്രത്യേകതകൾ, ഹുസൂസിയാത്ത് പ്രത്യേകതകൾ ലിഖിയെ എഴുതിയാലും. നോക്കൂ, റുബായിയെ കുറിച്ച് നമുക്ക് എഴുതാം. ചാർ മിസ്രി വാലി, 4 വരികൾ അടങ്ങുന്ന മുഖ്തസിർ നസം കോ, ചെറു കവിതകളെ, ഷോർട്ട് കവിതകളെ നമ്മൾ എന്ത് പറയുന്നു? റുബായി കഹ്തേം, റുബായി എന്ന് പറയുന്നു. ഇസ്കോ ദോ ബീത്തി ബി കഹാ ജാത്താ ഹെ. ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ദോ ബൈത്തി ബി കഹാ ജാത്താ ഹെ. ഇതിന് മറ്റൊരു പേരെന്താണ്? ദോ ബൈത്തി എന്നും പറയാറുണ്ട്. അപ്പൊ റുബായിയെ കുറിച്ച് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു. ചാർ മിസ്രി വാലി, 4 വരികൾ അടങ്ങുന്ന മുഖ്തസിർ നസം കോ, ഏറ്റവും ചെറു കവിതകളെയാണ് നമ്മൾ എന്ത് പറയാ? റുബായി കഹ്തേം, റുബായി എന്ന് പറയാ. ഇസ്കോ ദോ ബൈത്തി ബി കഹാ ജാത്താ ഹെ, അതിന് നമ്മൾ എന്തും കൂടി പറയും? ദോ ബൈത്തി എന്നും പറയാറുണ്ട്. ഓക്കെ, റുബായി മേ 4 മിസ്രോമേ. റുബായിയുടെ പ്രത്യേകത എന്താ? 4 മിസ്രോമേ, 4 വരികളിൽ ഏക്ക് മുക്കമ്മിൽ മസ്മൂൻ അദാ കിയാ ഹെ, പരിപൂർണമായിട്ടുള്ള ഒരു ആശയം ഉണ്ടായിരിക്കും. റുബായി മേ 4 മിസ്രോമേ, 4 വരികളിൽ ഏക്ക് മുക്കമ്മിൽ മസ്മൂൻ, അതിന്റെ പരിപൂർണമായിട്ടുള്ള മുക്കമ്മിലായിട്ടുള്ള മസ്മൂൻ, അതിന്റെ ആശയം, ഓക്കെ, അർത്ഥം അതിൽ അദാ കിയാ ഹെ അടങ്ങിയിട്ടുണ്ടാകുന്നതാണ്. അദാ കിയാ ജാത്താ ഹെ, അടങ്ങിയിരിക്കുന്നു. അതുപോലെ ഇസ്കാ പഹല, അതുപോലെ ദൂസര और ചൗത്ത മിസ്ർ മേ ഹം കാഫിയും ഹം റദീഫ് ഹോത്തേം. നമുക്കറിയാം റുബായിക്ക് ആകെ എത്ര വരികളാണ് ഉണ്ടാകുക? 4 വരികളാണ് ഉണ്ടാകുക അല്ലേ? ഇതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും വരികളിൽ എന്തുണ്ടായിരിക്കും? ഹം കാഫിയ और ഹം റദീഫ് ഹോത്തേം. ഇതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും വരികളിൽ ഹം കാഫിയും ഹം റദീഫും ഉണ്ടായിരിക്കും. എന്താണ് ഹം കാഫിയ, എന്താണ് ഹം റദീഫ് എന്ന് പറഞ്ഞാൽ ആ കവിതകളുടെ സ്ട്രക്ചർ ആണല്ലേ, ഒരു ഘടനയാണ്, അതിൻ്റെ ഒരു പ്രാസം ഒപ്പിക്കുന്ന ശൈലിയാണ്. ഇസ്കാ പഹല, ഇതിൻ്റെ ഒന്നാമത്തെയും ദൂസര രണ്ടാമത്തെയും ചൗത്ത മിസ്രമേ നാലാമത്തെയും വരിയിൽ എന്തുണ്ടായിരിക്കും? ഹം കാഫിയും ഹം റദീഫ് ഹോത്തേം, ഹം കാഫിയും ഹം റദീഫ് ഉണ്ടായിരിക്കും. ഇനി നോക്കൂ, റുബായി കാ ചൗത്ത മിസ്ര ബഹുത്ത് അഹം ഹെ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിസ്ര ഏതാണ്? നാലാമത്തെ മിസ്രാണ്. അപ്പോൾ റുബായി കാ ചൗത്ത മിസ്ര ബഹുത്ത് അഹം ഹെ. റുബായിയുടെ നാലാമത്തെ വരി ബഹുത്ത് അഹം ഹെ, വളരെ പ്രധാനപ്പെട്ടതാകുന്നു. ഹാലി, അതുപോലെ അനീസ്, ദുബൈർ, അംജദ് ഹൈദരാബാദി, ഈ ആളുകളുണ്ടല്ലോ, ഹാലിയും അനീസും, ഇവരൊക്കെ കവിമാരാണ്. എന്തിൻ്റെ കവിമാർ? ഹാലി, അനീസ്, ദുബൈർ, അംജദ് ഹൈദരാബാദി, വൈറ തുടങ്ങിയവർ ഉറുദു കെ മഷ്ഹൂർ റുബായിഗോ ഷുറാഹേം, തുടങ്ങിയവർ ഉറുദുവിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള റുബായിഗോ ഷുറാഹേം, റുബായി കവിമാരാകുന്നു. റുബായി എഴുതുന്ന കവിമാർ നോക്കൂ. അപ്പോൾ 4 മിസ്രെ വാലി മുഖ്തസിർ നസം കോ, 4 വരികൾ അടങ്ങുന്ന ചെറു കവിതകളെ നമ്മൾ എന്ത് പറയും? റുബായി എന്ന് പറയും. ഇസ്കോ ദോ ബീത്തി ബി കഹാ ജാത്താ ഹെ, അതിന് ദോ ബൈത്തി എന്നും പറയാറുണ്ട്. ഇനി നോക്കൂ, റുബായി മേ 4 മിസ്രോമേക്ക് മുക്കമ്മിൽ മസ്മൂൻ അദാ കിയാ ഹെ. റുബായിക്കകത്ത് 4 വരികൾ തന്നെ അതിന്റെ പരിപൂർണമായിട്ടുള്ള ഒരു ആശയം നമുക്ക് കിട്ടും. ഇസ്കാ പഹല, ഇതിന്റെ ഒന്നാമത്തെയും ദൂസര രണ്ടാമത്തെയും ചൗത്ത മിസ്രമേ നാലാമത്തെയും വരികളിലാണ് എന്തുണ്ടായിരിക്കുക? ഹം കാഫിയും ഹം റദീഫ് ഉണ്ടായിരിക്കുക. റുബായി കാ ചൗത്ത മിസ്ർ എന്ന വളരെ ഏറ്റവും പ്രധാനപ്പെട്ട മിസ്രാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിസ്ർ എന്ന് പറയുന്നത് ഏതാണ്? ഈ നാലാമത്തെ മിസ്രാണ്. ഹാലിയും ഹനീസും ദുബൈറും എന്താണ്? അതുപോലെ അംജദ് ഹൈദരാബാദിയും വൈറ തുടങ്ങിയവർ ഉറുദു കെ മഷ്ഹൂർ റുബായിഗോ ഷുറാഹേം, ഇവരൊക്കെ തുടങ്ങിയിട്ടുള്ളവർ ഉറുദുവിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള റുബായിഗോ ഷുറാഹേം, റുബായി എഴുതുന്ന കവിമാരാകുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഓണം എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക റുബായിയെ കുറിച്ച്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ, ഹുദാ ഹാഫിസ്, ബൈ.